ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കൂന്തൽ റോസ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കായും പട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഇതിനോടൊപ്പം തന്നെ ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി ഞാൻ ചെറുതായിട്ട് ചതച്ചെടുത്ത് ഇതിനോട് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് തീരെ മൊരിയേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കിതിൽ വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് കീറിയത് ഞാനിതിലിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ലൈറ്റായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് സവാളയാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ 2 സവാളയാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയുടെ കളറ് ഒന്ന് മാറി വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. തീയൊന്ന് കൂട്ടി വയ്ക്കരുത്, ചെറിയ തീയിൽ തന്നെ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം പെരിഞ്ചീരകവും പട്ടയും ഒക്കെ പൊടിച്ചിട്ടുള്ള ഇറച്ചി മസാലക്കൂട്ട് അതും പൊടിച്ചത് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത് ഇനി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തിനി ചെയ്യേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. തക്കാളി ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞ് കിട്ടും. കുറച്ച് സമയം ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്ക് തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരും. അപ്പോൾ ഈ ഒരു സമയം വേണം നമുക്ക് നമ്മുടെ കൂന്തൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂന്തലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നതോടൊപ്പം തന്നെ തീ ഒന്ന് കൂട്ടി വയ്ക്കണം. അപ്പോൾ ചൂടാകുന്നതിനനുസരിച്ച് ഇതൊന്ന് ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയത്തേക്ക് ഇനി നമുക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂന്തലിന് തന്നെ നമുക്ക് വെള്ളം ഊറിക്കിട്ടും. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചുകൂടെ തന്നെ കൂന്തലൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൂന്തൽ റോസ്റ്റ് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ എടുക്കണം. അപ്പോൾ സൂപ്പറായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂന്തൽ റോസ്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായിട്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.